ഒരുപാട് പ്രാവുകൾ പറക്കുന്നത് നമുക്ക് ചുറ്റും കൂടുന്നതുമല്ല, കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? എന്നാൽ പ്രാവിനെ നിങ്ങൾ പതിവായിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ ജനലിലോ വാതിലിലോ പരിസരത്ത് പ്രാവുകൾ പതിവായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നതോ നിങ്ങൾക്ക് അപകടകരമാണ്. ഇത് മറക്കാതിരിക്കുക. പ്രധാനമായിട്ടും പ്രാവുകൾ ചിറകടിക്കുമ്പോൾ പറന്നു പോകുന്ന വളരെ ഫൈൻ ആയിട്ടുള്ള വെതറുകൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രോബ്ലം, ഈ തൂവലുകൾ നിങ്ങൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, തുമ്മല്, ചുമ, പ്രത്യേകിച്ച് പെർസിസ്റ്റന്റ് കഫ് സിൻഡ്രോം എന്ന് വിളിക്കുന്ന അവസ്ഥകളിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവയുടെ കാഷ്ടത്തിൽ നിന്നുള്ള പൊടി എത്തിക്കാം. പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് കംപ്ലൈൻസ്, ശ്വാസമുട്ടൽ, ആസ്മ പോലുള്ളവർ കഴിയുന്നത്ര ഈ പ്രാവുകളുടെ അടുത്തേക്ക് പോവുകയോ പ്രാവുകളെ വളർത്താൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇവയുടെ കാഷ്ടത്തിൽ വളരുന്ന ഒരിനം പൂപ്പലുകളുണ്ട്. ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്വാസമുട്ടല്, വിട്ടുമാറാതെ ചുമ, ശ്വാസകോശത്തിനകത്ത് ഉണ്ടാക്കുന്ന ഫംഗസ് ബാധ, ഇതെല്ലാം ഈ ഹിസ്റ്റോപ്ലാസ്മോസിന്റെ പ്രത്യേകതയാണ്. സിറ്റാക്കോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കാം. എപ്പോഴും ജലദോഷം, തൊണ്ടവേദന, പനി, ദേഹം വേദന പോലെ വിട്ടുമാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ടെങ്കിൽ അത് സിറ്റാക്കോസിസ് ഈ പ്രാവിന്റെ കാഷ്ടത്തിൽ നിന്നും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇതേപോലെ തന്നെ പ്രാവിന്റെ കാഷ്ടത്തിൽ വളരുന്ന സാൽമോണല്ല ബാക്ടീരിയ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയാൽ വിട്ടുമാറാതെ വയറുവേദന, ലൂസ് മോഷൻ, പ്രത്യേകിച്ച് ഛർദില് പോലുള്ള പ്രോബ്ലങ്ങൾ, ദഹനക്കേട് വിട്ടുമാറാതെ നിന്നു വരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെ ഇടയിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പ്രാവിനെ കാണുന്നത് ഇഷ്ടമാണ്, അവയുടെ അടുത്ത് പോവുകയോ വളർത്തുകയോ നിങ്ങളുടെ ജനലിന്റെ പരിസരത്ത് അവ കൂട്ടം കൂടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം.